ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമുക്ക് വളരെയേറെ പരിചയമുള്ള ഒരു വചനം നമ്മളോട് പറയുകയാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ളൊരു വചനമാണ്. ഈശോ പ്രത്യേകിച്ച് ഒരു ഉപമയൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. സ്നേഹിതൻ എന്ന നിലയിൽ ഒരു അർദ്ധരാത്രി വന്നിട്ട് ഒരാളോട് ഒരു സഹായം ചോദിക്കുമ്പോൾ സ്നേഹിതൻ എന്ന നിലയിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ പോലും നിർബന്ധം മൂലമെങ്കിലും അവനെ കൊടുക്കും, അവനെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്ന ഏതൊരുവനും ദൈവം എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയില്ല എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, ചോദിച്ചോ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിച്ചോ നിങ്ങൾ കണ്ടെത്തും, മുട്ടിക്കോ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടി നമ്മൾ ചോദിക്കണം, എന്തിനു വേണ്ടി നമ്മൾ അന്വേഷിക്കണം, എന്തിനു വേണ്ടി നമ്മൾ കഥകിൽ മുട്ടണം എന്നൊക്കെ കൃത്യമായിട്ട് ഈശോ ഇവിടെ പറയുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. ദൈവികമായ ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും, ദൈവികമായ ദാനങ്ങളെ അന്വേഷിച്ചാൽ നിങ്ങളത് കണ്ടെത്തും, ദൈവികമായ ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ വാതിലിൽ മുട്ടിയാൽ നിങ്ങൾക്ക് അത് തുറന്നു കിട്ടുമെന്ന് ഈശോ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്. പക്ഷെ നമ്മളൊരു ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവികമായ ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് ദാഹിക്കാനുള്ളൊരു കൃപ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു പക്ഷേ നമ്മളിൽ പലർക്കും ഇങ്ങനെ കുറെ നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും. കുറെ നേരം വ്യക്തിപരമായിട്ട് എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ പലർക്കും ഉള്ളൊരു വലിയൊരു ആഗ്രഹമാണ് പള്ളിയിൽ ഒരു കുർബാനയൊന്നും നടക്കാത്ത സമയത്ത് ചെന്നിരുന്ന് ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ചെന്നിരുന്നാൽ ഉടനെ തന്നെ ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അതിനുള്ളൊരു കൃപയൊക്കെ വേണം. കുറെ നേരം ബൈബിൾ വായിക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും ഈ ടോക്ക് കേൾക്കാനുള്ള, യൂട്യൂബിലൊക്കെ വലിയ ടോക്കുകളൊക്കെ ഡാനിയലച്ഛൻ്റെ ഡൊമിനിക്കച്ഛൻ്റെ ഒക്കെ ടോക്ക് കേൾക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതിന് സാധിക്കുന്നില്ല. അതൊക്കെ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. ഈശോ പറയുകയാണ്, ആത്മീയമായ ദാനങ്ങൾക്ക് വേണ്ടി ആത്മീയ മേഖലയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ മുട്ടണം. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇന്നത്തെ വചനഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ആത്മീയ ദാനങ്ങൾക്കായിട്ട് വായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.